കുക്കറിലൊരു മുട്ടക്കറി വെക്കാൻ പോവുകയാണ്. അതിനായി 4 മുട്ട എടുത്തിട്ടുണ്ട്. സവാള പൊടി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൽ ചതച്ചിടാനായിട്ട് കുറച്ച് കുരുമുളക്, പെരുംജീരകം, ഇഞ്ചി, വെളുത്തുള്ളി, ഒരു കുഞ്ഞുള്ളി, ഒരു പച്ചമുളക്. ഞാൻ ഇതും ഒന്ന് ചതച്ചെടുത്തിട്ട് വെട്ടെ. കുക്കറിൽ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. അല്പം ഉപ്പിട്ട് സവാള ഒന്ന് വാടി വരട്ടെ. സവാള നന്നായി വാടിയിട്ടുണ്ട്. തക്കാളി ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. പിന്നെ ഈ പൊടി ഇട്ട് കൊടുക്കാം. പച്ചമണമൊന്ന് വാറാൻ നിൽക്കണ്ട കേട്ടോ, നമ്മൾ എളുപ്പത്തിൽ ചെയ്യാൻ. അരപ്പിനായി മുളക് പൊടി, മല്ലിപ്പൊടി. മുളക് പൊടി കുറച്ചെടുത്താൽ മതി. നമ്മളിതിൽ സ്പൈസസൊക്കെ നല്ല എരിവുള്ളതല്ലേ, അതുകൊണ്ട് മുളക് പൊടി കുറച്ചും മല്ലിപ്പൊടി കൂടുതലും. പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ചിക്കൻ പൊടി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി വയ്ക്കാം. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇനിയാണ് നമ്മൾ വെള്ളം ഒഴിക്കാൻ പോകുന്നത്. ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? ഇനി നമുക്ക് കുക്കർ ഒന്ന് അടച്ച് വെച്ച് 2 വിസിൽ കേൾപ്പിക്കാം. അപ്പോൾ നമ്മുടെ കറി തയ്യാറായിട്ടുണ്ട്. ഇനി മുട്ട ഇതിലോട്ട് ഇട്ട് കൊടുക്കും. അങ്ങനെ നമ്മുടെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. കുക്കറിൽ വേഗം സവാളയൊക്കെ വേവിച്ചെടുക്കുക. അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ.